ഏട്ടാ ഉം? ഉം. ശരി എന്നാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നു. ആ, ഏട്ടാ എന്താ? അടുത്ത മാസം എന്റെ ഫ്രണ്ട് ശ്രീദേവിയുടെ കല്യാണമാണ്. എനിക്ക് അവളുടെ കല്യാണത്തിനൊന്ന് പോയിട്ട് വന്നാ കൊള്ളാൻ തോന്നുന്നു. പക്ഷേ എന്റെ കഴുത്തിലിടാൻ ഒരു ചെയിൻ പോലും ഇല്ല. ശരി, അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? എനിക്കൊരു ഗോൾഡ് ചെയിൻ ഒന്ന് വാങ്ങിത്തരുമോ? എന്താ പറഞ്ഞേ? ഗോൾഡ് ചെയിൻ വാങ്ങിത്തരണമെന്നോ? ഞാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് ലോസായി ഇപ്പൊ ഒരു കമ്പനിക്ക് മന്ത്ലി സാലറിക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ മാസം 25,000 സാലറി കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി തന്നെ നോക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഗോൾഡ് ചെയിൻ വേണമെന്നൊക്കെ പറഞ്ഞാല് എന്നെ കൊണ്ട് എങ്ങനെ വാങ്ങാൻ കഴിയുക? ഇതുകൊണ്ടാ ഞാൻ ഒരു ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിന് സമ്മതിക്കുന്നുമില്ല. ശരി, നീ ജോലിക്ക് പോകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ ജോബിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നേ, നിനക്ക് സെറ്റ് ആവത്തില്ല. ജോലിക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരി, അതൊക്കെ പോട്ടെ. എനിക്ക് എങ്ങനെങ്കിലും ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിത്തരുമോ? ഉം. ഞാൻ ആ കല്യാണത്തിന് പോയില്ലെങ്കിൽ നന്നായിരിക്കില്ല. അവള് കുടുംബത്തോടെയല്ലേ നമ്മുടെ കല്യാണത്തിന് വന്നത്. നമ്മളോട് രണ്ടുപേരോടും അവളുടെ കല്യാണത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, നീ വേണമെങ്കിൽ പോയിക്കോ. ഞങ്ങളുടെ ഓഫീസിൽ ലീവ് കിട്ടില്ല. എന്നാ ശരി, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും പോയിട്ട് വരാം. പക്ഷേ കഴുത്തിലൊരു മാല പോലും ഇല്ലാതെ എനിക്ക് പോവാൻ പറ്റില്ലെന്നേ. എങ്ങനെങ്കിലും എനിക്ക് കഴുത്തിലിടാൻ ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിത്തരുമോ? ഹേ, എന്നെ കൊണ്ട് കഴിയില്ല. വെറുതെ അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് കടന്നുറങ്ങുന്നുണ്ടോ? ഞാൻ ഉറങ്ങുമ്പോ വെറുതെ ശല്യം ചെയ്യല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യ്. ശ്ശേ, ഇയാളെ കല്യാണം കഴിച്ചത് വലിയ തെറ്റായിപ്പോയി. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്ര പേര് ക്യൂ നിന്നതാ. ഗവൺമെന്റ് ഓഫീസേഴ്സ്, IT ജോലി ചെയ്യുന്നവര്, വലിയ വലിയ ബിസിനസ്മാനും വന്ന് എന്നെ പെണ്ണ് ചോദിച്ചതാ. പക്ഷെ അവരെ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങേരുടെ തലയിലാണല്ലോ കെട്ടിവെച്ചത്. ശ്ശേ, ഇയാൾക്ക് എന്നോട് തീരെ സ്നേഹവുമില്ല. ഒരു ഫംഗ്ഷന് പോവാൻ വേണ്ടി മാല വാങ്ങിത്തരാൻ ചോദിച്ചപ്പോ അതിന് പറ്റില്ല എന്ന്. എന്റെ ഈശ്വരാ, ഇയാളെ കല്യാണം കഴിച്ചത് വലിയൊരു അബദ്ധമായി പോയി. ഏട്ടാ, ഏട്ടാ, ഉം. ദാ ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് കുടിക്ക്. ഉം. ഇതാ ഏട്ടാ ടവൽ. നിങ്ങൾ വേഗം ഒന്ന് കുളിച്ചിട്ട് വരണേ. ഞാൻ അപ്പോഴേക്കും ടിഫിൻ റെഡിയാക്കി വെച്ചോളാം. ഉം. ഉം. അതെ മോളെ, ആ പറഞ്ഞോ. ടിഫൻ കൊണ്ടുപോ, ഓഫീസിലേക്ക് സമയമായി. ആ ദാ കൊണ്ടുവരുന്നു. ആ
പോയതാ. ഇതെന്താ നിർത്തിയിട്ട് എഴുന്നേറ്റത്? ഉം, ഉം. സമയായി. കഴിച്ചിട്ട് പോകുന്നേ. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. നീ ഡോർ അടച്ചിട്ടേ സൂക്ഷിച്ചിരിക്കണേ. ആ ശരി ഏട്ടാ. ബൈ. ബൈ. ശ്ശെ, എത്ര പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഒരു മാല പോലും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പോവാനാ? ഷോ, അവളുടെ മുമ്പിലെ കഴുത്തിൽ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ പോയി നിൽക്കും? എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഹലോ, ആ പറഞ്ഞോ അമ്മേ. ഹലോ മോളെ, എന്താ ചെയ്യുന്നത്? മോൻ വീട്ടിലുണ്ടോ? ഇല്ലമ്മേ, ഇപ്പൊ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. അതെയോ? മോന് സുഖം തന്നെയല്ലേ? ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? അമ്മയാണ് എപ്പോഴും അമ്മയുടെ മരുമകനെ തലേ കയറ്റി വെച്ചോണ്ട് നടക്കുന്നത്. എന്നാ എനിക്കോ അങ്ങേര് ചെയ്യുന്നതൊക്കെ കാണുമ്പോ എടുത്തു ചാടി അങ്ങേരെ കല്യാണം കഴിച്ചു പോയോന്ന് തോന്നിപ്പോവുക. എന്തു പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നെ? അതൊക്കെ വിടമ്മേ, എന്തിനാ വെറുതെ. ഒന്നും ഒളിക്കാൻ നോക്കണ്ട, പറയേ. അടുത്ത മാസം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടമ്മേ. ആ കല്യാണത്തിന് പോവാന്ന് വിചാരിച്ചാ എന്റെ കഴുത്തിലാണെങ്കിൽ ഒരു തരി സ്വർണം പോലും ഇല്ല. അമ്മയുടെ മരുമോനാണെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞ് എന്റെ ആഭരണങ്ങൾ മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുക. കല്യാണത്തിന് പോവാൻ എന്റെ കഴുത്തിൽ ഒരു തരി സ്വർണം അല്ലാതെ ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കാനാ? ശരി, വിട്ടേക്ക് മോളെ. എന്ത് ചെയ്യാനാ? ഇതൊക്കെ നമ്മുടെ വിധിയാ. അവൻ ബിസിനസിന് വേണ്ടിയല്ലേ പണയം വെച്ചത്. നീ വിഷമിക്കണ്ട. അവൻ എത്രയും പെട്ടെന്ന് അതൊക്കെ എടുത്തു തന്നോളൂ. മനസ്സിലായോ? അമ്മയുടെ ഒരു കാര്യം, അമ്മ അങ്ങേരിങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടെന്നാ എന്ത് ചെയ്യാനാ? ഇത് നോക്ക്, ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം നല്ലതായിട്ടേ വരൂ. ശരി, ഉച്ചയ്ക്ക് നീ എന്താ ഉണ്ടാക്കാൻ പോകുന്ന? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കൂ അമ്മേ. ശരി, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അച്ഛന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കും ഒരു കുഴപ്പമില്ല മോളെ. ശരി മോളെ, എന്റെ ജോലി ഇവിടെ ഒന്നും തീർന്നിട്ടില്ല. ഞാൻ എന്റെ ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ നിന്നെ വിളിക്കാം. ഓക്കെ അല്ലേ? ശരി അമ്മേ, ബൈ. ബൈ മോളെ.